എന്താ അയക്കറൊക്കെ കളിമല്ലി കൊടുക്കാം ജീവുള്ള മീനവസ്ഥയെ കൊണ്ട് വെള്ളത്തിൽ നോക്കി പെടക്കണേ കാണാ. വെള്ളത്തിൽ വീണ ആരായാലും പടക്കും. ശ്വാസം മുട്ടിട്ടേ അതൊക്കെ പോട്ടെ, അനക്ക് ശ്വാസം മുട്ടില്ല. അന്നയിടായിട്ട് പള്ളിക്ക് കാണുന്നില്ലോ. കാൽമ വളങ്കടി അവസ്ഥ ഈ കാൽമ എങ്ങനെ പള്ളികൾക്ക് വരിക? താമം ചെയ്തു എനിക്ക് നിറച്ച് വെള്ളം ഉണ്ടാവുമ്പോ പിന്നെ താമം ചെയ്യൽ മോശല്ലേ? അതിന് പരിഹാരം ഞാൻ പറയാനുണ്ട്. അപ്പൊ എനിക്ക് വെള്ളം തട്ടിച്ച് ഒന്നുകൊടുക്കണം അല്ലേ? അത്രയല്ലേ ഉള്ളൂ. അംസക്കോയ കാല് പിടിച്ചോ. ഒന്നും കൂടി കഴിക്കാട്ടോ. ഈ സ്പ്രേ വളങ്കടിയിലും മുറിവിലൊക്കെ ഉണ്ട് അടിച്ചു കൊടുത്താല് അവിടെ ഒരു കോട്ടിങ് വരും, ആർക്കും കഴിച്ച പോലെ. പിന്നെ എനിക്ക് കടലിൽ പോവുക, ബോട്ടിൽ പോവുക, ഒന്നുകൊടുക്കുക, വെള്ളം കൊണ്ട് കളിക്കാനൊക്കെ ഒരു കുഴപ്പമുണ്ടാവില്ല. കൈമൊരു മുറിണ്ട് അതിന് അടിക്കാൻ പറ്റുമോ? എന്താ സംശയം? ഇത് മുറിവിനും അക്കട്ടും മുറിവിനും വളങ്കടിക്കും എല്ലാത്തിനും അടിക്കാം. ഇതിന് മഞ്ഞളിന്റെ മിശ്രിതം ചേർത്തൊരു കോട്ടിങ് ഉണ്ട്. ആ കോട്ടിങ് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മുറിവിന് മാത്രമല്ല കാലുമ്മ വിണ്ട് കീറുന്നതിനും ഇത് ഉപയോഗിക്കാം. അതൊക്കെ ഷുഗർ ഉണ്ട് കേട്ടോ. ഷുഗർ ഉള്ളവർക്ക് ഇത് ഉപയോഗിക്കാടോ. ഇത് ഞങ്ങൾക്ക് ഉപകാരപ്പെടും. ഞങ്ങൾ ബോട്ടി പണിയെടുക്കുന്നവരല്ലേ. ബോട്ടി പണിയെടുക്കുന്നവർക്കും വെള്ളത്തിൽ കളിക്കുന്നവർക്കും ഇറച്ചി വെട്ടുകാർക്കും എല്ലാവർക്കും ഉപയോഗപ്രദമായ ഒരു ആയുർവേദ പ്രൊഡക്റ്റ് ആണ്. ക്യൂർ മിസ്റ്റ് അല്ലേ? ക്യൂർ മിസ്റ്റ്. എന്റെ കാൽമ വളങ്കടി ഉണ്ട്, അതൊന്ന് അടിച്ചട്ടെ. അല്ലടോ, ഈ വളങ്കടി അന്നെ പെറ്റിട്ടപ്പോഴോ? എന്താ ഉസ്താദ് അങ്ങനെ ഒരു ടോക്ക്? അന്നെ പെറ്റിട്ടതിനു ശേഷം ഈ പള്ളിന്റെ ഔത് കണ്ടിട്ടില്ല, ഔടി വെച്ചതാ. മറക്കണ്ട, ക്യൂർ മിസ്റ്റ്.